ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്നല്ല, ഒരു ഫെന്റാസ്റ്റിക് മോർണിംഗ് എന്ന് തന്നെ പറയണം. നോക്കൂ, എത്ര മനോഹരമായൊരു പുലർകാല കാഴ്ചയാണിതെന്ന്. പറഞ്ഞറിയിക്കാനാവില്ല കേട്ടോ, അനുഭവിച്ചു തന്നെ അറിയേണ്ടതുണ്ട്. നല്ല തണുപ്പുള്ള കാറ്റ്, പ്രസന്നമായ അന്തരീക്ഷം. ഏറെ അകലെയല്ലാതെ ആ കാണുന്ന കുന്നിൻ ചെരുവിലെ ഞങ്ങളുടെ ഹോട്ടലിലെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ദീർഘമായൊരു യാത്രയുടെ ക്ഷീണത്തിൽ ഇന്നലെ രാത്രി നേരത്തെ തന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. സ്വപ്നതുല്യമായ മനോഹരമായ ആ യാത്ര ഇന്നലെ തുടങ്ങിയത് അസർബൈജാനിലെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നാണ്. അവസാനിച്ചത് ഷേക്കി സിറ്റിയിൽ. Booking.com കൂടി ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്ത മസാര ഷേക്കി സിറ്റി ഹോട്ടലാണിത്. ഒരു സ്റ്റാർ ഹോട്ടലിന്റെ സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പുതിയതോ പുതുക്കി പണിതോ ആണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെയാണ് തങ്ങിയത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരിടത്താണ് ഈ ഹോട്ടൽ. വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമായ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഷേക്കി സിറ്റിയും ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള പ്ലാനാണ് ഇന്നത്തേത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. ഇനി ഷേക്കിയെ കുറിച്ച് പറയാം. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സുന്ദരമായ ഒരു പുരാതന പട്ടണമാണിത്. ഗ്രേറ്റർ കോക്കസസ് പർവ്വതനിരയുടെ തെക്ക് ഭാഗത്തായി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്ററോളം ദൂരത്തിൽ വടക്കൻ അസർബൈജാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഷേക്കി. 1-ാം നൂറ്റാണ്ടിലെ അൽബേനിയൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു ഇത്. പുരാതന അൽബേനിയക്കാരുടെ പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയായിരുന്നു. 2700 വർഷത്തിലേറെ പഴക്കമുള്ള ബൃഹത്തായ വാസസ്ഥലങ്ങളുടെ തെളിവുകൾ ഷേക്കിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രത്തിലുടനീളം പലതവണ നശിപ്പിക്കപ്പെട്ട ഈ നഗരം അതിനാൽ തന്നെ ഇവിടെ നിലവിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുരാതനമായ ചരിത്ര വാസ്തുവിദ്യാ സ്മാരകങ്ങളെന്ന് പറയാവുന്നത് 16 മുതൽ 19-ാം നൂറ്റാണ്ട് വരെ മാത്രമുള്ളതാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള പുരാതന വ്യാപാര പാതകളുടെ ശൃംഖലയായ സിൽക്ക് റൂട്ട് ഷേക്കിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിമനോഹരമായ വഴികളും സുന്ദരമായ കാഴ്ചകളും പിന്നിട്ട് ഞങ്ങളുടെ യാത്ര ആദ്യ ലക്ഷ്യമായ ഷേക്കി ഖാൻ സരായിലേക്കാണ്.
സാധാരണ സന്ദർശകരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയത് കൊണ്ട് അധികം തിരക്കൊന്നും കണ്ടില്ല. ഇനി ഖാൻ സരായിയെ കുറിച്ച് പറയാം. അസർബൈജാനിലെ ചരിത്രപരവും സാംസ്കാരികപരവുമായ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക സ്മാരകങ്ങളിലൊന്നാണിത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പതിനെട്ടാം നൂറ്റാണ്ടിൽ 1797 അസർബൈജാനിലെ ഷെയ്ഖി ഖാനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഹസൻ ഖാൻ നിർമ്മിച്ചതാണത്. ഇത് അന്നത്തെ രാജവംശത്തിന്റെ കലാപൈതൃകത്തിന്റെ മികവിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. കൊട്ടാരത്തിന് പുറത്ത് വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില വൃക്ഷങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഖാൻ സരായിയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ സുവിശാലമായ കലാസൃഷ്ടികളും ശില്പങ്ങളുമാണ്. 2 പടികളുള്ള ഈ കെട്ടിടത്തിനുള്ളിൽ ഒരു സാങ്കേതിക വിസ്മയമായ സ്റ്റെയിൻ ഗ്ലാസ് ജനലുകൾ, മതിലുകളിൽ പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ എന്നിവ കാണാം. കൊട്ടാരത്തിന്റെ ആന്തരിക ഭാഗം പ്രതിനിധാനം ചെയ്യുന്നത് കലാപരവും സാംസ്കാരികപരവും വൈവിധ്യവുമാർന്ന അസർബൈജാന്റെ പുരാതന കലാ ആസ്വാദനത്തെയാണ്. ഖാൻ സരായിയുടെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അവിടെ ക്യാമറ നിരോധിത മേഖലയാണ്. അതുകൊണ്ട് അതിനുള്ളിലുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് കാണാൻ കഴിയുന്നതല്ല. എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഖാൻ സരായി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം
ഷേക്കിയുടെ മലയോര പ്രദേശത്തിന്റെ മധ്യത്താണ്. ഇവിടുത്തെ സവിശേഷമായ പ്രകൃതി അത് ജനങ്ങൾക്കും യാത്രക്കാർക്കും ഒരേ സമയം തന്നെ ചരിത്രത്തിന്റെ മഹത്വവും പ്രകൃതിയുടെ സൗന്ദര്യവും അനുഭവപ്പെടുന്ന ഒരു വിസ്മയമാണ്. ഇനി മറ്റൊരു ചരിത്ര മണ്ഡപത്തിലേക്കാണ് യാത്ര. കർവാൻസരായ് പഴയ കാലത്ത് വ്യാപാരികൾ അവരുടെ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. പഴയകാല സിൽക്ക് റോഡ് എന്നുള്ള കെട്ടിടം വളരെ വിശാലമായ ഒരു നിർമ്മിതിയാണെങ്കിലും വളരെ ലളിതമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിനു ചുറ്റും സമീപ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവിടുത്തെ ചെറുവീഥികൾ, പഴയ കെട്ടിടങ്ങൾ, കുന്നിൻ ചെരുവിലൂടെ കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള യാത്ര തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കിഷ് വില്ലേജ് ആണ്. ഈ വില്ലേജിന്റെ പ്രത്യേകത 3000 വർഷത്തോളം പഴക്കമുള്ള ഒരു വില്ലേജാണിത്. പർവ്വത നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗതമായ ആ പുരാതന ഗ്രാമത്തിലേക്കുള്ള യാത്രയാണിത്. കിഷ് ഗ്രാമം ഷേക്കി പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. പുരാതന മതപരമായ സ്മാരകങ്ങൾ ധാരാളം ഇവിടെ കാണാൻ കഴിയും. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമാണ് കിഷ് വില്ലേജ്. അതിന്റെ കാഴ്ചകൾ ഇന്നും അതിന്റെ ചരിത്രം നിലനിർത്തുന്നു. ഗ്രാമത്തിലെ പ്രധാന ആകർഷണം കിഷ് ചർച്ചാണ്. ഇത് ക്രിസ്ത്യൻ മതത്തിന്റെ പ്രാചീന അവശിഷ്ടങ്ങളിലൊന്നാണ്. 12ാം നൂറ്റാണ്ടിൽ ആണിത് പുനർനിർമ്മിക്കപ്പെട്ടുള്ളത്. ഇതിന്റെ പൈതൃക മൂല്യം അതുല്യമാണ്. കോക്കേഷ്യൻ അൽബേനിയൻ ചർച്ചിന്റെ തുടർകാലങ്ങളിൽ നിന്ന് ആരംഭിച്ച കിഷ് ചർച്ച് യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ ഇടവകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു.
വില്ലേജിൽ നിന്ന് പിന്നീട് ഞങ്ങൾ പോയത് വിദൂരമായ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു പഴത്തോട്ടത്തിലേക്കായിരുന്നു. ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു പഴത്തോട്ടം. അവിടുത്തെ കാഴ്ചകൾ ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. ഒരു പഴത്തോട്ടം മാത്രമല്ലത്, വിവിധ പക്ഷി മൃഗാദികളൊക്കെ വളർത്തുന്ന ഒരു ഇടം കൂടിയാണത്. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് പല വർണ്ണത്തിലുള്ള പ്രാവുകളുടെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ആദ്യം തന്നെ ഞങ്ങളെ വരവേറ്റത്. പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ആപ്പിൾ, ഓറഞ്ച്, കാക്ക ഫ്രൂട്ട് തുടങ്ങി പല വിധത്തിലുള്ള പഴങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ബ്ലാക്ക്ബെറി, ബ്ലൂബെറി തുടങ്ങിയ പഴങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ പറഞ്ഞ് വിശദീകരിക്കുക എന്നുള്ളത് അതികഠിനം തന്നെയാണ്. കണ്ട് അനുഭവിച്ച് അറിയേണ്ട വളരെ സുന്ദരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. ഇനി പ്രകൃതി സമ്പന്നമായ മറ്റൊരു മനോഹര പട്ടണമായ ഗബാലയിലേക്കുള്ള യാത്രയിലാണ്. പർവ്വതങ്ങളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഷേക്കിയിൽ നിന്ന് ഗബാലയിലേക്ക് പോകുന്ന വഴി അതിമനോഹരമാണ്. പച്ചപ്പാർന്ന കുന്നുകളും പർവ്വതനിരകളും നമുക്ക് വഴിയിൽ കാണാൻ കഴിയും. ഷേക്കിയിൽ നിന്ന് ഗബാലയിലേക്ക് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇവിടേക്കുള്ള വഴി പ്രാദേശിക ഗ്രാമങ്ങളിലൂടെയും പർവ്വതനിരകളുടെ സമീപത്തു കൂടിയും ഒക്കെയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഗബാലയിലേക്കുള്ള യാത്ര. ഗബാലയിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ പല സ്ഥലത്തും വണ്ടി നിർത്തി വഴിയിലെ കാഴ്ചകൾ ആസ്വദിച്ചു. ഏകദേശം 7 മണിയോടുകൂടി ഞങ്ങൾ ഗബാലയിലെത്തി. ഗബാല അസർബൈജാനിലെ ഏറ്റവും പ്രാചീനമായ നഗരങ്ങളിലൊന്നാണ്. ഇനി നാളെ ഗബാലയിലെ പ്രധാന വിനോദസഞ്ചാര സ്ഥലങ്ങൾ കാണാൻ പോകും. ഇന്ന് രാത്രി ഗബാലയുടെ ശാന്തതയിൽ വിശ്രമിച്ച് നാളേക്കുള്ള ഈ യാത്രയ്ക്കായി തയ്യാറെടുക്കും. ഗബാലയുടെ പ്രകൃതി സുന്ദരവും മനോഹരവുമായ കാഴ്ചകൾക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഗബാലയിലെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.